വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു ഐഡിയ തോന്നിയത്. ഇൻസ്റ്റഗ്രാം ഫീഡിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും മഞ്ഞും കൊണ്ട് പല പല കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു നമുക്കന്ന് ഇഗ്ലൂ ഹൗസ് ഉണ്ടാക്കാമെന്ന്. കറക്റ്റാവോ ഇല്ലയോ നമുക്കറിയില്ല, എന്നാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് തോന്നി. അന്ന് എല്ലാത്തിനും വേണ്ട ഒരു ബേസ് ഞങ്ങൾ സെറ്റാക്കിയിട്ട് ഞങ്ങൾ ഇതിൻ്റെ പരിപാടി തുടങ്ങി. നമ്മൾ വിചാരിച്ച പോലെ അത്ര ഈസി അല്ല എന്നുള്ള സാധനം നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. പിന്നെ ഇതിൻ്റെ ടെക്നിക്ക് വശങ്ങളും നമുക്ക് അത്രയ്ക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പല ഐഡിയാസും അതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പണ്ട് പറയാറുള്ള പോലെ തന്നെ എന്ത് കാര്യം പെർഫെക്ഷനോട് ചെയ്യുന്ന ഹസ്ബൻഡുള്ള സമയത്ത് നമ്മൾ എന്തിനാണ് വേറെ പണി എടുക്കാൻ പോകുന്നത്. ഇതിലും എനിക്കൊരു ക്യാമറമാൻ്റെ ചാൻസേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ചേട്ടനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറേ കുട്ടിപ്പട്ടാളങ്ങളും ഇവിടെ കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ ഇപ്പോൾ കാശില്ലാണ്ട് പണിയെടുത്ത് നല്ല തൊഴിലാളി വർഗ്ഗങ്ങളായിരുന്നു. അവരവരുടെ കർമ്മങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ജിൻസിൻ്റെ കഷ്ടപ്പാടൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ചോദിച്ചു ഇത്രയും കഷ്ടപ്പെട്ട് ഈ പരിപാടി ചെയ്യണമെന്ന്. പുള്ളിക്കാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളിയുടെ ആഗ്രഹമല്ലേ നടക്കട്ടെ എന്ന്. അങ്ങനെ ഓരോ സെറ്റ് അടക്കി ഞങ്ങൾ ഇങ്ങനെ അവസാനം ഇതേപോലെ ആക്കിയെടുത്തു. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞങ്ങളിതേ കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു കേട്ടോ. ഈ വീഡിയോയിൽ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തൊരു വർക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ വീഡിയോസ് എടുക്കാം, എൻഡിലൊരു പിക്ചേഴ്സൊക്കെ ഒരുമിച്ച് എല്ലാവർക്കും ഇരുന്നിട്ട് എടുക്കാം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എന്താ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് പിക്ചേഴ്സ് അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. നിയർലി ഒരു 4 hours നമ്മൾ ഈ സ്നോയിൽ ഇതേപോലെ ചെയ്യാനായിട്ട് എടുത്തു. ആ സമയത്ത് നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോ പോലും എടുത്തു വെക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് എനിക്കത് വളരെയധികം സങ്കടം ഉണ്ടാക്കിയൊരു ടൈമാണ്. എനിവേ സോറി ചേട്ടായി, നമുക്ക് നെക്സ്റ്റ് ഇയറിൽ പൊളിക്കാം. നമുക്കിതിനേക്കാളും സൂപ്പറായിട്ട് സാധനങ്ങൾ അതിലുണ്ടാക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും bye bye, see you.